ബി ജെ പിയിലെ പടലപ്പിണക്കവും വിവാദങ്ങളും കൊഴുക്കുകയാണ്. പ്രഭാരി പി രഘുനാഥിനും സി കൃഷ്ണകുമാറിനുമെതിരെ വിമർശനം തുടർന്ന ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. രഘുനാഥൻ്റെ ബൂത്തിൽ കെട്ടിവെച്ച കാശ് പോലും സാധാരണ കിട്ടാറില്ല. കൗൺസിലേഴ്സിനെ പഠിപ്പിക്കാൻ രഘുനാഥൻ വളർന്നിട്ടില്ല. മിനി കൃഷ്ണകുമാറിൻ്റെ വാർഡിൽ ഇന്നോളം കിട്ടിയിട്ടില്ലാത്ത വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. CPIഎമ്മിൻ്റെ വോട്ട് ശതമാനം ഉയർന്നുപോയി. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നാണ് എൻ ശിവരാജൻ 24 വഴി ചോദിക്കുന്നത്. രഘുനാഥിന് അയാളുടെ ബൂത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. ഈ പരാജയം നമുക്ക് പ്രശ്നമല്ല. രഘുനാഥല്ല തീരുമാനിക്കേണ്ടത്, കൗൺസിലർമാർ. രഘുനാഥ് ഇവിടെ ആരറിയും? BJPക്ക് കോൺഗ്രസ് ഇന്നേ വരെ കിട്ടാത്ത രീതിയിൽ 744 വോട്ടാണ്, BJPക്ക് 444. CPM ഇത്രയും വോട്ട് കിട്ടില്ല, 440 വോട്ടുണ്ട്. ഇതാരാ ഉത്തരവാദി? ഞങ്ങളാരും ഉത്തരവാദിയല്ലല്ലോ. 18-ാം വാർഡ് അവർ പ്രതിദാനം ചെയ്യുക, ഞങ്ങളാരും ഉത്തരവാദിയല്ലല്ലോ. നഗരഭരണത്തിൽ ഒരു കോട്ടവും കാരണം ഞങ്ങളുടെ ചെയർമാനും വൈസ് ചെയർമാനും 24 കറക്റ്റാണ്. എന്തായാലും KS സുരേന്ദ്രൻ രാജിവെച്ച് ഒഴിയണമെന്ന രീതിയിൽ ചില അലമുറകൾ BJPയിൽ ഉയരുന്നുണ്ട്. BJPക്ക് അകത്തും പുറത്തുമുള്ള ഈ വിളികളുണ്ട്. എന്നാൽ അതേസമയം കേന്ദ്ര നേതൃത്വം ഇദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ട കാര്യമില്ല നിലപാടെടുത്തിരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും BJP? ഇന്ന് BJPയുടെ സമിതി കൂടി സംസ്ഥാന സമിതി കൊച്ചിയിൽ ചേരുകയാണ്. നിഖിൽ പ്രമേഷ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായി നമുക്കിപ്പം പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, ശരിക്കും ഈ BJPയിലെ നേതൃതലത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങൾ ദേശീയ നേതൃത്വത്തിന് എന്നും തലവേദനയാണെന്ന് ഒരു സ്വകാര്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പറയാറുണ്ട്. ഇപ്പോഴും അത് കുറവില്ല. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്കേൻ. നമ്മൾ പാലക്കാട് BJPക്ക് തോൽവി ഉണ്ടായപ്പോൾ ഇത്ര വലിയ പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായി ഇന്നലെ നേരിട്ട് നഗരസഭാ അധ്യക്ഷ പോലും സി കൃഷ്ണകുമാറിനെ, സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെ നേരിട്ട് വിമർശിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. എന്ന് മാത്രമല്ല, ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പ്രഭാരി പി രഘുനാഥിനെതിരെയൊക്കെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കോഴിക്കോട്ടെ സ്വന്തം ബൂത്തിൽ കെട്ടിവെച്ച കാശ് പോലും തിരികെ കിട്ടാൻ പ്രയത്നിക്കാത്ത ആളാണ് പി രഘുനാഥ്. അങ്ങനത്തെ അദ്ദേഹത്തിന് പാലക്കാട് വന്ന് ഇവിടുത്തെ കൗൺസിലർമാരെ വിമർശിക്കാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് ചോദിക്കുന്നു. AC മുറിയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ആളാണ് രഘുനാഥ്, പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ് താൻ. അതുകൊണ്ട് തന്നെ വിമർശിക്കാൻ രഘുനാഥ് വളർന്നിട്ടില്ല എന്നും പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുമ്പോഴും ഭാര്യ മിനി കൃഷ്ണകുമാറിനെതിരെ കൂടി ഇപ്പോൾ വിമർശനം ഉന്നയിക്കുകയാണ് എൻ ശിവരാജൻ. അദ്ദേഹം പറയുന്നത് 18-ാം വാർഡ് ബൂത്തിൽ, അതായത് സി കൃഷ്ണകുമാറിന്റെ ബൂത്തിൽ വിജയം ഉറപ്പിക്കാൻ, അവിടെ വോട്ട് ഉറപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അവിടെ എങ്ങനെയാണ് കോൺഗ്രസിനും CPIഎമ്മിനും ഇത്രമേൽ വോട്ട് വർദ്ധിച്ചത് എന്നുള്ള കാര്യം നേതൃത്വം പരിശോധിക്കണമെന്ന് കൂടി എൻ ശിവരാജൻ പറയുകയാണ്. ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയ ആളാണ് എൻ ശിവരാജൻ. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, മറ്റു സ്ഥാനാർത്ഥികൾ ആരും നിങ്ങളുടെ പാർട്ടിയിലില്ലേ? ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഒരേ ആളാണല്ലോ മത്സരിക്കുന്നത് എന്നൊക്കെ ആളുകൾ തിരിച്ചു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരവില്ലെന്നും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പാലക്കാട് വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും തുടക്കം മുതൽ തന്നെ അദ്ദേഹം നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഒറ്റക്കെട്ടാണ് തങ്ങൾ നിന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ പ്രതികരണം നടത്തിയ നഗരസഭാ അധ്യക്ഷയൊക്കെ സി കൃഷ്ണകുമാറിന് വേണ്ടി ഏറെ പ്രയത്നിച്ചയാളാണ്, പ്രവർത്തിച്ചയാളാണ്. അപ്പോൾ തങ്ങളടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം, ഇപ്പോൾ ശിവരാജൻ നടത്തിയ പ്രതികരണത്തിന് അപ്പുറത്തേക്കൊരു കാര്യം എന്നുള്ളത് സ്കെയിൻ, ഈ കൗൺസിലർമാർക്കെതിരെയുള്ള വിമർശനം, കൗൺസിലർമാർക്കെതിരെ ഉയർത്തിയ വിമർശനം അവരെ വലിയ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഈ നിലപാട് തുടരുകയാണെങ്കിൽ, തങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന നിലപാട് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ കടുത്ത നടപടി സ്വീകരിച്ചേക്കുമെന്ന് കൗൺസിലർമാർ തന്നെ പരസ്പരം പറയുന്നുണ്ട്. ആ കടുത്ത നടപടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട കോൺഗ്രസ് നേതൃത്വത്തിലേക്ക്, കോൺഗ്രസ് ക്യാമ്പിലേക്ക് അവർ പോയാലും നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ രമ്യമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കൗൺസിലർമാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ അതൃപ്തി പരിഹരിച്ചില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും BJP നേതൃത്വം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ വഴി സ്വീകരിക്കേണ്ടി വരുമെന്ന് ചില കൗൺസിലർമാരെങ്കിലും പറയുന്നുമുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.